വളരെ 10 കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സംഘടനയാണ്. അതിന്ന് ഇത്ര വലുതായിട്ടൊക്കെ വന്നതിൻ്റെ അതിലൊരു നമ്മൾ അഡീഷണലി ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വിചാരിക്കുന്ന ഈ സ്ഥലത്തിന് നമ്മളിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഉള്ളൂ. അപ്പോൾ ഞാൻ ഓഫ് ദ മീറ്റിംഗ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് നിർബന്ധമായിട്ടും വേണ്ടത് വളണ്ടിയറിങ് ആണ്. നമുക്ക് ആളുകൾ വളണ്ടിയറിങ്ങിന് വരണം. അത് ഈ 10 കുട്ടികളെയോ 20 കുട്ടികളെയോ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്കല്ല, അതല്ലാതെ നമ്മളെല്ലാ മാസവും ഒരു 200-300 കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റിന് പൈസ കൊടുക്കുന്ന, അവർക്ക് ഫുഡ് കിറ്റ് കൊടുക്കുന്ന, അതിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് വളണ്ടിയറിങ്ങിന് ആൾക്കാർ വേണമെന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് വളണ്ടിയറിങ് കുറവാണ്. മോശമാണെന്നല്ല, വളരെ നല്ലതാണ്. ഇത്രയൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. ഞാൻ പണ്ട് തിരുവനന്തപുരം തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്നത് തിരുവനന്തപുരത്ത് നിങ്ങൾ ബാക്കി സ്ഥലത്ത് തുടങ്ങുന്ന മാതിരിയല്ല, ഭയങ്കര ടഫാണ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെയല്ല എനിക്ക് അനുഭവം. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് എല്ലാവരും ഒപ്പം ഉണ്ടാവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗീത ചേച്ചി നോ ഡൗട്ട്. എനിക്ക് പണ്ട് അങ്ങനെ ജയകുമാർ സാറൊക്കെ അങ്ങനെ പറയുമ്പോൾ തിരുവനന്തപുരം ഭയങ്കര ടഫായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലിംഗ് എനിക്ക് ഇപ്പം ഇല്ല. ഡെഫിനറ്റ്ലി തിരുവനന്തപുരത്ത് ആൾക്കാർ ഒപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്, ഒപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്ര പോരാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ മരുന്നിനുള്ള പൈസ കൊടുക്കുന്നു, പിന്നെ നമ്മൾ അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ആ പരിപ്പ് പയർ അങ്ങനത്തെ ഒരു കിറ്റ് കൊടുക്കുന്നു, വാടക ഇല്ലെങ്കിൽ വാടക കൊടുക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഈ കുട്ടികളുടെ അച്ഛനമ്മമാരെ, ഒരേ രോഗമുള്ള ഒരേ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ അച്ഛനമ്മമാരെ ഒരുമിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാം. അതിലേക്ക് എന്തൊക്കെ സെൽഫ് സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഈ അമ്മമാർക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും തൊഴിൽ പരിശീലിപ്പിക്കാം. പിന്നെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആളുകളുടെ അടുത്ത് നമുക്ക് സോലസിനെ പറ്റി പറയാൻ പോവാം. നമുക്കിവിടെ എന്ത് തിരുവനന്തപുരത്തെ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് സോലസിനെ കുറിച്ച് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ട്, നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഈ കുട്ടികളുടെ മരുന്നിൻ്റെ ബില്ലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ ബില്ലൊന്നും കൊടുക്കണില്ല. നമ്മൾ അതിൻ്റെ ഒരു 50%, 60%, 70% നമ്മൾ മരുന്നിൻ്റെ ബില്ലൊക്കെ കൊടുക്കുന്നത്. 100% കൊടുക്കുന്നതിലേക്കൊക്കെ നമുക്ക് ഉയരാൻ പറ്റും. പക്ഷെ അതിനൊക്കെ നമുക്ക് വളണ്ടിയറിങ് വേണമെന്നില്ല. ബാക്കി ഏത് ആക്ടിവിറ്റി മാതിരിയല്ല ഞാൻ പറയണേ. ഇപ്പോൾ ദേവകി വാര്യറുണ്ട്, ഹോപ്പ് ഉണ്ട്, ബാക്കി ക്രാബ് ഉണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താമസം പ്രൊവൈഡ് ചെയ്ത് ഇത്. പക്ഷേ ഈ കുട്ടികളുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുകയും അപ്പോൾ അവരുടെ വീട്ടിലൊന്ന് ചെല്ലണമെന്നുണ്ടെങ്കിൽ ചെല്ലുകയും ഒക്കെ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റി എടുക്കുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി വളണ്ടിയറിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ലപോലെ നടക്കുക. ഇപ്പം നമ്മുടെ തൃശ്ശൂരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കേസ് വളരെ മോശമാണ്, ICUവിലാണെന്ന് പറഞ്ഞാൽ ഉടൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ നമ്മളെ വിളിക്കും.
അപ്പോൾ ഉടൻ നമ്മൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ വളണ്ടിയേഴ്സ് പോവും, അവരുടെ അടുത്ത് നിൽക്കും. അങ്ങനെ കുറേ സമയങ്ങളിൽ ഇപ്പോൾ ആ കുട്ടി മരിച്ചു പോകുന്ന സമയങ്ങളിലൊക്കെ, മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വളണ്ടിയേഴ്സ് അവരുടെ കൂടെ ഉണ്ടാവും, അവർക്കൊരു സപ്പോർട്ടായിട്ട്. ചിലപ്പോൾ ഈ അമ്മ ഒറ്റയ്ക്കായിരിക്കും, എന്താ വെച്ചാൽ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയതായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ നമ്മളുടെ അവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഈ അച്ഛനോട് ഈ കുട്ടി ഭയങ്കര ക്രിട്ടിക്കലാന്ന് പറഞ്ഞിട്ട് അച്ഛനെ വരുത്തിച്ചിട്ട് അച്ഛൻ ഈ കുട്ടീൻ്റെ അമ്മയുടെ കയ്യിൽ 100 രൂപ കൊടുത്തിട്ട് പോയി. അപ്പോൾ അമ്മ 100 രൂപ വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. വലിച്ചെറിഞ്ഞു, എനിക്ക് വേണ്ട നിങ്ങളുടെ 100 രൂപ എന്ന് പറഞ്ഞിട്ട്. ഒരു കുട്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അച്ഛൻ അത്ര സപ്പോർട്ട് കൊടുക്കേണ്ട സ്ഥലത്ത്. അപ്പോൾ സോലസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ശരിക്കും നമുക്ക് വളണ്ടിയറിങ് ഇല്ലെങ്കിൽ നമുക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ വയ്യാത്ത കുട്ടികളുടെ അച്ഛനമ്മമാരോട് ചോദിച്ചാൽ അവർ പറയും സോലസ് നമുക്ക് ദൈവമാണ്, ഞങ്ങൾക്കൊരു അമ്മയുടെ അടുത്ത് പോണ പോലെയാണ്, ഞങ്ങൾക്കൊരു അമ്പലത്തിൽ പോണ പോലെയാണെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ അവർക്ക് അത്ര പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മളൊരു മരുന്നിൻ്റെ ബില്ല്, ഇപ്പോൾ ഒരു 10,000 രൂപേൻ്റെ മരുന്നിൻ്റെ ബില്ല് കൊണ്ടുവന്നാൽ ഒരു 5,000 രൂപ കൊടുക്കുന്നവർക്ക് ഡെഫിനറ്റ്ലി അവർ ദൈവം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത്. പക്ഷേ സോലസിൻ്റെ മുഴുവൻ ആശയം അതിൽ അപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സോലസ് അത്രയാണ്, അങ്ങനെ വലുതാണെന്നൊക്കെ പറയുന്നിടത്ത് കാര്യമില്ല. നമ്മൾ എങ്ങനെയാണോ സോലസിനെ കൺസീവ് ചെയ്തത്, നമ്മൾ എങ്ങനെയാണോ സോലസിനെ നടത്താൻ വിചാരിച്ചത്, അതിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ ചേർത്ത് പിടിക്കണം. അത് നമ്മുടെ വളണ്ടിയേഴ്സ് തന്നെ സംസാരിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും സ്റ്റാഫ് സംസാരിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്, വളണ്ടിയേഴ്സ് സംസാരിക്കണം. അപ്പോൾ ഞാൻ ഒരു വളരെ റിക്വസ്റ്റ് പോലെ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്നവരൊക്കെ എനിക്കറിയാം, എല്ലാവരും ഓരോരോ പ്രസ്ഥാനങ്ങളാണ്, അവർക്കൊന്നും വളണ്ടിയറിങ്ങിന് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അറിവിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളോട് വളണ്ടിയറിങ്ങിന് വരാൻ പറയണം. വരുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ഫുൾ ഡേ, അതായത് ഒരു 10 മണിക്ക് വന്ന് ഒരു 4 മണി വരെ ഇരിക്കുന്ന പോലെ, അത് ആഴ്ചയിൽ ഒരു ദിവസം വന്നാലും ഇനഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്നതിലേക്ക് നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ഇനി ഇത്ര വിശദമായിട്ട് നമുക്ക് അവിടുന്ന് സ്റ്റേജിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പിന്നെ നിങ്ങളെല്ലാവരും ബോറടിച്ചിരിക്കുകയാണല്ലോ. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ, ഞാൻ സോലസിൻ്റെ ഫൗണ്ടറാണ്, ഷീബ അമീർ എന്നാണ് എൻ്റെ പേര്. നമ്മളിത് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയാണ്. 10 ജില്ലയിലുണ്ട് കേരളത്തിൽ. നമ്മൾ അന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മളൊരു 10,000 രൂപ, 20,000 രൂപ, 30,000 രൂപ എങ്ങനെ ഉണ്ടാക്കുന്ന വിചാരിച്ച് സംഘടന ഇപ്പോൾ ഭയങ്കര, നമ്മൾ ഒരു മാസം 50 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. 6 കോടി രൂപയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഫൗണ്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇത് ഇങ്ങനത്തെ ഒരു സെഷനല്ല, നമ്മളൊരു മീറ്റിംഗ് ആണ്. നമ്മൾ മിനിസ്ട്രിയെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാകുന്നൊരു ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വൈകിയത്. നമുക്ക് അതർവൈസ് നമ്മളെല്ലാവരും പ്ലാൻഡ് ആണ്. പിന്നെ നമുക്ക് മിനിസ്ട്രിയെ ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് അത്രയും അടുപ്പമുള്ള ആളാണ്. എനിക്ക് രാജൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നമുക്ക് അത്രയും അടുപ്പമുള്ള, എനിക്കൊരു അനിയനെ പോലെയുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ തീർച്ചയായിട്ടും രാജൻ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ജയമാർ സാറും നമ്മുടെ രക്ഷാധികാരിയാണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ചോദിക്കാണ്ടോ? നമ്മുടെ യൂത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടോ? ഇല്ല. ശ്രീ കെ രാജനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ മുഖ്യ അതിഥി കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന എ ജയകുമാർ IASനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മലയാളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകയും സാഹിത്യ രചയിതാവുമായ ആർ പാർവതി ദേവിയെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ.
തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യോഷധിയായി നാദാനാഥാകരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സ്വന്തം മകളുടെ അസുഖവും മകളുടെ ചികിത്സാർത്ഥം മുംബൈ ടാറ്റ ആശുപത്രിയിൽ താമസിച്ച കാലത്ത് കണ്ടനുഭവിച്ച ദുരിത കാഴ്ചകളുമാണ് ഷീബ അമീർ എന്ന ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് സൊലസ് തുടങ്ങാൻ പ്രചോദനമായത്. 2007 തൃശ്ശൂരിൽ 8-10 കുട്ടികളെ സഹായിക്കാമെന്ന തീരുമാനത്തിൽ ആരംഭിച്ച ഈ സംരംഭം ഇന്ന് 9 ജില്ലകളിൽ 10 സെൻ്ററുകളായി വളർന്നിരിക്കുന്നു. ഏകദേശം 6000 കുട്ടികളെയും കുടുംബത്തെയും ചേർത്ത് നിർത്തുന്നു. തിരുവനന്തപുരം സെൻറ്റർ 2019 തുടങ്ങി. ഇന്ന് ഏകദേശം 1500 കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും സഹായിക്കുന്നു. എല്ലാ ജില്ലകളിലും നിന്നുള്ള കുട്ടികൾ തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച് RCC, ശ്രീചിത്ര ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നു. ഈ ആശുപത്രികളുടെ ചുറ്റിനും സൗജന്യമായി താമസവും ഭക്ഷണവും നൽകുന്ന ധാരാളം ചാരിറ്റി സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവയൊക്കെ അപര്യാപ്തമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനൊരു ചെറിയ ആശ്വാസം എന്ന നിലയിലാണ് ഇങ്ങനെയൊരു സ്ഥാപനം തുടങ്ങുന്നതിന് സൊലസ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിനാണ് ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് സൊലസിൻ്റെ സ്ഥാപക സെക്രട്ടറി ശ്രീമതി ഷീബ അമീർ, ഞങ്ങളുടെ ഷീബ ഉമ്മ. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളും മുഖ്യ അതിഥി മുൻ ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ IAS-ഉം സ്നേഹ സന്ദേശങ്ങൾ നൽകുന്നത് ശ്രീമതി R പാർവതി ദേവിയും ശ്രീ M ദിവാകരനുമാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി തിരുവനന്തപുരം സൊലസിൻ്റെ കൺവീനറായ ശ്രീ KP രാജഗോപാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ബ്ലഡ് ഡോണേഴ്സ് ഓർഗനൈസേഷൻസ് മുൻ ദേശീയ പ്രസിഡൻ്റായിരുന്നു. 2007 തുടങ്ങിയ ഈ സൊലസ് എന്ന പ്രസ്ഥാനം നമ്മുടെ കേരളത്തിലൊട്ടാകെ ഇപ്പോൾ 10 ജില്ലകളിലുണ്ടെങ്കിലും എല്ലാവിടെയും 14 ജില്ലകളിലും പൂത്തുലർന്ന് വളരെ ശോഭനമായി വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ സൊലസിൻ്റെ അംഗമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസമേ ആയുള്ളൂ. അതുവരെ ഞാൻ ഈ രക്തദാന മേഖലയിലാണ് 10-52 വർഷമായിട്ട് ആ മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും ഇങ്ങനൊരു സന്ദർഭം കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും കുറച്ച് താമസം എന്ന് പറഞ്ഞാൽ ഈ പ്രളയബാധിത പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം പോയി വന്നതുകൊണ്ടാണ് ഇത്രയും താമസം ഉണ്ടായത്. അതുകൊണ്ട് ക്ഷമയോടുകൂടെ കാത്തിരുന്ന എല്ലാവർക്കും നമ്മുടെ വേദിയിലിരിക്കുന്ന പ്രമുഖർക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എനിക്ക് അനിയനെ പോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ. അങ്ങനെയൊക്കെ പറയാൻ തന്നെ ഞാൻ വളരെ കഷ്ടപ്പെടാറുണ്ട്. നമുക്ക് രാജൻ എന്ന് വിളിച്ച് ശീലമുള്ള അത്രയും അടുപ്പമുള്ള മനുഷ്യനാണ്. ഞാൻ പണ്ട് എനിക്കറിയാം, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമായിട്ട് ആ കുട്ടി മരിച്ചുപോയ ദിവസം, ക്യാൻസർ വന്ന് മരിച്ചുപോയ ദിവസം എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് തേങ്ങി കരയുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മുന്നിൽ എപ്പോഴും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി. അത്രയും മനസ്സലിവുള്ള ഒരാളാണ്. എത്രയോ സോലസ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ സോലസിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ജയകുമാർ സാറാണെങ്കിലും ഞാൻ ബാക്കിയുള്ള പ്രാഗൽഭ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ്, സോലസിൻ്റെ കഴിഞ്ഞ 10-11 വർഷമായിട്ട് സോലസിൻ്റെ ഓരോ യാത്രയിലും ഓരോ ഹഡിൽസിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള എവിടെയൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഉണ്ടോ എനിക്ക് ഒരു തുണയായിട്ട് ഒരു കുരുക്ക് എങ്ങനെ അഴിക്കുമെന്നുള്ളതിനെ വളരെ സിമ്പിളി ആ കുരുക്കിനെ അഴിച്ചെടുക്കുന്ന പോലെ സോലസിൻ്റെ കൂടെ നിന്നിട്ടുള്ള രക്ഷാധികാരിയാണ് ജയകുമാർ സാറ്. എല്ലാ കാര്യങ്ങളിലും സോലസിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും സാറിനോട് ചോദിക്കാതെ നമ്മൾ എടുക്കാറില്ല. പിന്നെ പാർവതി ദേവി എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളുടെ
കൂടെ യാത്ര ചെയ്യുന്ന ആളാണ്. EM ദിവാകരനുണ്ട്. ഞാൻ സോലസ് എന്ന് പറയുന്ന ആശയം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ 2-3 ആളുകളിൽ ഒരാൾ അവനാണ്. എൻ്റെ കൂടെ എന്നും ഇത്ര കാലമായിട്ട് ഞങ്ങൾ ഈ സോലസിൻ്റെ 10 ട്രസ്റ്റ് മെമ്പർമാർ ഈ 18 വർഷമായിട്ട് ഒരു സ്ഥലത്ത് പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഒരേ അഭിപ്രായത്തിലാണ് സോലസ് മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ്. പിന്നെ ഇവിടുത്തെ എനിക്ക് രാധാകൃഷ്ണനെ അറിയാം, അജിത്തിനെ അറിയാം, ഒക്കെ ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളുകൾ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണെന്ന് എനിക്കറിയാം. അവരൊക്കെ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയട്ടെ, സോലസ് വളരെ ചെറുതായി തുടങ്ങിയൊരു സംഘടനയാണ്. ഇന്നത് കേരളത്തിൻ്റെ 10 ജില്ലകളിൽ 9 ജില്ലകളിൽ 10-11 സെൻറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ 10 കുട്ടികൾക്ക് എന്ന് വിചാരിച്ച് തുടങ്ങിയ സംഘടന ഇന്ന് ഏതാണ്ട് 7000-ഓളം കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ മരിച്ചുപോയി, കുറച്ച് കുട്ടികൾ ഏജ് ഓവറായി. ഇന്നലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ടൊരു കുട്ടി പറഞ്ഞു, ഞാൻ അക്ഷയാണ്, ഓർമ്മയുണ്ട് ഉമ്മാക്ക്, ഇപ്പോൾ അവന് 12 വയസ്സായി, എൻ്റെ കൂടെ ഞാൻ എൻ്റെ യാത്രയിൽ മുഴുവൻ കൂടെ ഉണ്ടായിരുന്നതാണെന്ന് ആ അമ്മയും മകനും കൂടി വന്ന് പറയുമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും കാണുമ്പോൾ കുട്ടീനെ അതിനൊരു കുട്ടി പോലെ തന്നെയുണ്ട്. പക്ഷേ അപ്പോൾ അവന് 22 വയസ്സായി എന്ന് പറഞ്ഞു. അവനിപ്പോഴും ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് അതിന് വേണ്ടിയിട്ട് വന്നിക്കുകയാണെന്ന്. നമുക്ക് വളരെ സങ്കടമുള്ളൊരവസ്ഥയാണത്. കാരണം ഈ കുട്ടികളുടെ ദുഃഖങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായും മാറുന്നതിനേക്കാൾ മുമ്പ് തന്നെയാണ് നമ്മൾ അവരെ കൈയൊഴിയുന്നത് എന്നുള്ളതാണ് സോലസിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം. അതായത് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബൈലോയിൽ വളരെ ഫോക്കസ്ഡ് ആണ് കുട്ടികൾ എന്നുള്ളതുകൊണ്ട്. പക്ഷേ ആ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഒരു വയസ്സിലപ്പോൾ നമ്മളുടെ അടുത്ത് വന്നാലും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും, അവർക്ക് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലേ, അവർക്ക് ഭക്ഷണമില്ലേ, വസ്ത്രമില്ലേ, വീടിന് വാടക കൊടുക്കാനില്ലേ, വീട് ചോർന്നൊലിക്കുന്നുണ്ടോ, അങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ പരിഹരിക്കാൻ സോലസിൻ്റെ ബൈലോ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അത്രയും വിശാലമായൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് വലിയ ഒരു കാര്യങ്ങൾ നമ്മൾ സോലസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കുടുംബത്തിന് വേണ്ടിയും ചെയ്യുന്നുണ്ട്. അതിലെ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഈ ഷോർട്ട് സ്റ്റേ ഹോം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഈ കുട്ടികളുടെ നമ്മളിവരുടെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നിരന്തരം വളണ്ടിയേഴ്സ് മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്തുണ്ട്. നമ്മൾ ഈ കുട്ടികളെ ഈ 2 മാസം താമസിപ്പിച്ച് നമ്മൾ പിന്നെ പറഞ്ഞയക്കുമ്പോൾ അവരുടെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് നമ്മളൊരു അഡീഷണൽ ഫെസിലിറ്റി മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് പറ്റുന്നത്ര കുട്ടികളെ ഇവിടെ താമസിപ്പിച്ച് വളരെ ഹൈജീനിക്കായിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് താമസിപ്പിച്ച് പറഞ്ഞയക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ വേദന അത്ര അറിയുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മകളുമായിട്ട് ബോംബെയിലേക്ക് ഒരു പരിചയമില്ലാത്ത ബോംബെയിലേക്ക് പോകുമ്പോൾ, ഇന്ന് അസുഖം ഡയഗ്നോസ് ചെയ്ത് പിന്നത്തെ ദിവസം പോകുമ്പോൾ അവിടെ നമ്മൾ 1,00,000 രൂപ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വീട് അന്വേഷിച്ച് നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 1,00,000 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് താമസിക്കാനൊരു സ്ഥലം അന്വേഷിച്ച് നടന്ന് അവസാനം ആൻഡോപ്പിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 30,000 രൂപ മാസ വാടകയ്ക്കാണ് നമ്മൾ 25 വർഷം മുമ്പേ നമ്മളൊരു സ്ഥലം കണ്ടെത്തിയത്. പിന്നെ നമ്മൾ പൊവയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ താമസിച്ച് നമ്മൾ പുതിയൊരു വാഹനം വാങ്ങിയിട്ടാണ് മകളെ അങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നത്. ദാറ്റ് മീൻസ് അത്രയും സൗകര്യമുള്ളവർ, അത്രയും അവർക്ക് പ്രശ്നമില്ലാതിരിക്കാൻ, ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ അങ്ങനെയൊക്കെ കരുതുന്നിടത്ത് അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ പരേൽ എന്ന് പറയുന്ന സ്ഥലത്ത് റോട്ടിൽ ഒരു താമസം കിട്ടാതെ റോട്ടിൽ ചെറിയ അടുപ്പൊക്കെ കത്തിച്ച് കിടക്കുന്ന ആളുകളെ, നിരവധി ആളുകളെ ഞാൻ ആ 3 കൊല്ലം കൊണ്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ റിപ്ലിക്കയാണ് ഇവിടെ മെഡിക്കൽ കോളേജിലാണെങ്കിലും RCCൻ്റെ അവിടെയാണെങ്കിലും മറ്റ് ശ്രീചിത്രയിലാണെങ്കിലും SITയിലൊക്കെ ആണെങ്കിലും അതാണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയാം. നമ്മൾ 10 കുട്ടികൾക്ക് സഹായം കൊടുക്കാനുള്ളൊരു സ്ഥലം കൊടുക്കാനുള്ളൊരു ഇത് മാത്രമാണ് നമ്മളിവിടെ നടത്തുന്നത്. പക്ഷേ അത് നമ്മൾ ഏറ്റവും മോസ്റ്റ് ഹൈജീനിക് ആയിരിക്കും, വളരെ കൃത്യതയിൽ അവരുടെ ആ സമയങ്ങളിലൊക്കെ അവരനുഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും പെട്ടെന്ന് അമ്മയോട് ഡോക്ടർ പറയുക, കുറച്ച് ക്രിട്ടിക്കലാണ്, കുറച്ചും കൂടി ഇനി ഒരു ശ്രമം കൂടി നടത്താനേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അവരെത്ര തകർന്നു പോകുമെന്ന് എനിക്കറിയാം. ഞാൻ അത് കൂടെ കടന്നു പോയ ഒരാളാണ്. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഒപ്പം ചേർത്ത് നിർത്താനും വേണമെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കാനും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാനും അങ്ങനെ എന്തൊക്കെ വേണ്ടതുണ്ടോ അവർക്ക് കിട്ടുന്ന ചെറിയ ലിഷർ ടൈമുകളിൽ കുറച്ചുകൂടി സന്തോഷമായിട്ട് അവർക്ക് ചിലവഴിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മളിവിടെ 10 കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥലം വിഭാവനം ചെയ്യുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഇന്ന്.
പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് എൻ്റെ പ്രിയപ്പെട്ട അനിയൻ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ പറയുന്നു, ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു സ്ഥലം ഗവൺമെൻറ് തരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മനോഹരമായൊരു കെട്ടിടം പണിയും, കുറച്ചുകൂടി 20, 25, 30 കുട്ടികൾക്ക് താമസിക്കാനുള്ളൊരു സ്ഥലം നമ്മൾ ഉണ്ടാക്കും. അതിലേക്ക് തന്നെയാണ് നമ്മൾ, അതിൻ്റെ ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഇത്ര നേരം ക്ഷമയിൽ നിന്ന് എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നന്ദി. രാവിലെ തന്നെ കൊടകരയിലെ ഒരു അപകടം മുതൽ വിവിധ ജില്ലകളിലുള്ള ഫ്ലഡുമായി ബന്ധപ്പെട്ട ഒരു ഏകോപനത്തിൻ്റെ കൂടി വളരെ അടിയന്തരമായ അത്യാവശ്യം വന്നപ്പോൾ ഷീബത്തെ വിളിച്ച് ഞാൻ തന്നെ പറഞ്ഞു 11 മണിയാകും. ജയകുമാർ സാറിനോട് ഞാൻ വിളിച്ചു പറയാൻ കാരണം അദ്ദേഹത്തെ വൈകിക്കുന്നത് സംഘാടകർ പറഞ്ഞ് ചെയ്യേണ്ടതല്ല, എൻ്റെ ഒരു കുറ്റമായതുകൊണ്ട് പാർവതി ചേച്ചിയോട് ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഷീബത്ത് പറഞ്ഞു അതിൽ കിടക്കരുത്, പാർവതി നമ്മുടെ ഒരു സ്വകാര്യ സമ്പാദ്യമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കളയാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ അവരോട് പറഞ്ഞത്. നിങ്ങളോട് പറയാൻ പറ്റാതെ പോയതിലുള്ള ക്ഷമാപണം സാധാരണ നിലയിൽ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ ഇതൊരു വലിയ അഭിമാനകരമായിട്ടുള്ളൊരു കേന്ദ്രമാണ്. സന്തോഷകരം എന്ന് പറയാനാകില്ലെങ്കിലും അഭിമാനകരമായ ഒരു കേന്ദ്രമാണ്. എന്നാൽ സന്തോഷം കൂടിയുണ്ട്. ഷീബത്തയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. തൻ്റെ കുഞ്ഞിൻ്റെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നെലൂഫയുടെ അവൾ സ്വപ്നം കണ്ട സ്വപ്നങ്ങൾ പകുതി വെച്ച് നിർത്തി ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ പേടിച്ചു പുറകോട്ടുമാറാതെ കല്ലും മുത്തുകളുമൊക്കെ തുന്നിച്ചേർക്കുന്ന നൂറുകണക്കിന് അമ്മമാരെ ആയുധമാക്കി അവതരിപ്പിച്ച് അവരുടെ കൂട്ടത്തിൽ കല്ലും മുത്തും തുന്നിച്ചേർത്ത സാരിയിലൂടെ ഡിസൈൻ തയ്യാറാക്കി ആ സാരി ഒരു സാരിയിൽ അവസാനിപ്പിക്കാതെ കേരളത്തിലെ 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാനുള്ള അവസരമാക്കി മാറ്റിയ ജീവകാരുണ്യത്തിൻ്റെ ഒരു മഹാമുദ്രയാണ് യഥാർത്ഥത്തിൽ ഷീബ മ്യൂറിലൂടെ കേരളം ആകെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെലൂഫ നഷ്ടപ്പെട്ടെങ്കിലും ആയിരക്കണക്കിന് മക്കളുടെ ഉമ്മയായി ഈ പ്രായത്തിൽ ഒരാൾക്ക് വരാൻ പറ്റുക എന്നുള്ളത് ചെറിയായ ഒരു കാര്യമല്ല. രക്താർബുദം കൊണ്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടതെങ്കിൽ അർബുദം എന്ന മാരകമായിട്ടുള്ള അസുഖത്തിനെതിരായി പൊരുതാൻ മെഡിക്കൽ സയൻസിൽ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വിധത്തിലും പ്രയാസമില്ലാതെ ജീവിക്കാൻ പറ്റുന്നതിന് വേണ്ടി ജീവിതം തന്നെ ത്യാഗപൂർണമായി അവതരിപ്പിക്കുന്ന ഒരു സംഘം ആളുകൾ അവരുടെ കൂട്ടത്തിൽ ചേർന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുരന്തത്തിൻ്റെ മുമ്പിൽ പതറി നിൽക്കേണ്ടി വരാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാനും ജീവിതത്തിൻ്റെ നല്ല കാലത്തിലേക്ക് നടത്താനും പ്രക്ഷോഭമായിട്ടുള്ളൊരു സൂര്യവെളിച്ചം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ തിരിച്ചറിയാനും കരുത്തുള്ളവരായി അവരെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൊലസിൻ്റെ അനുഭവമായി നമുക്ക് കാണാനുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ കുറച്ച് ജില്ലകളിൽ മാത്രമുണ്ടായിരുന്ന ഈ പ്രസ്ഥാനം കടൽ കടന്ന് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പടർന്നു പന്തലിച്ച് ജീവകാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും കൊടിയടയാളങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുടെയൊക്കെ ഒരു ബ്രാൻഡ് നെയിമും അവർക്ക് തങ്ങളുടെ സഹായഹസ്തങ്ങൾ ചെന്നെത്തിക്കാനുള്ള ഒരു ഇടനില കേന്ദ്രവുമായി സൊലസ് മാറാൻ കഴിഞ്ഞു. ആ കേന്ദ്രം പക്ഷേ ഒന്നും കയ്യിൽ സൂക്ഷിച്ചു വയ്ക്കാതെ എല്ലാം സാധാരണക്കാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിച്ചു. പണ്ട് അർബുദമെന്നാൽ അപൂർവമായിട്ടുള്ളൊരു അനുഭവമായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം തൃശ്ശൂരിൽ നിന്ന് പോരുന്ന ഏത് ട്രെയിനിൽ കയറിയാലും ഏറ്റവും അടുത്ത കുടുംബത്തിലെ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട RCCയിലേക്കുള്ള യാത്ര ആരംഭിച്ചു കാണുമെന്ന് ദുഃഖത്തോടെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് RCC എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ പൊതുസമൂഹത്തിന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ചികിത്സാ കേന്ദ്രമായതുകൊണ്ട് ആളുകളെല്ലാം എത്തിപ്പെടുന്നൊരു കേന്ദ്രം തിരുവനന്തപുരത്താകുമ്പോൾ ചികിത്സയേക്കാൾ അവർക്ക് പ്രധാനം
മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലെ ഏതെങ്കിലും ഒരു മുറിയിലോ ഒരു കേന്ദ്രത്തിലോ ഒരു റൂമെടുത്ത് താമസിക്കുക എന്നുള്ളത് സാധാരണയായി നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ഞങ്ങളുടെയൊക്കെ MLA ക്വാർട്ടേഴ്സിലും വീടുകളിലുമൊക്കെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് രോഗനിർണയത്തിന് വേണ്ടിയോ പ്രാഥമികമായ പരിശോധനയ്ക്ക് വേണ്ടിയോ വരുന്ന ആളുകളുണ്ടാകും. ചിലപ്പോൾ കുറേ കാലത്തെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ, നേരത്തെ സുനിൽകുമാറിൻ്റെ മുറിയിലൊക്കെ ഇങ്ങനെ വരുന്ന ആളുകളുടെ ധാരാളമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള താമസക്കാരുണ്ടാകും. അവർക്കൊക്കെ എവിടെയെങ്കിലും വിരലുകുത്തി നിൽക്കാൻ ഒരു സ്ഥലം, ഒരു ചെറിയ കൂട് എന്നുള്ളത് പലപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നമാകും. ഭവന നിർമ്മാണ വകുപ്പിൻ്റെ കൂടി ചുമതലയെടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ആദ്യം ശ്രമിച്ചൊരു കാര്യം, ആശ്വാസ് വാടക വീട് എന്ന പേരിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളോടും ചേർന്ന് റവന്യൂ ഭൂമിയിൽ ഹൗസിംഗ് ബോർഡിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അത്തരം വീടുകൾ ഉണ്ടാക്കുകയും അത് മെഡിക്കൽ കോളേജുകൾക്ക് കൈമാറുകയും അവർക്ക് വന്നു താമസിക്കുന്ന കൂട്ടിരിപ്പുകാർക്ക് താമസിക്കാനുള്ളൊരു കേന്ദ്രമായി അത് മാറുകയും ചെയ്യാനുള്ള ഒരു ഇടപെടലാണ്. 7ഓളം സ്ഥലങ്ങളിൽ ഇന്ന് അത് ആരംഭിക്കുകയോ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തു. പക്ഷേ സർക്കാരിനൊറ്റയ്ക്ക് ഇത്ര വലിയ ഒരു പദ്ധതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് മനസ്സുറപ്പുള്ള, ആത്മസമർപ്പണമുള്ള, ഷീബത്തയെ പോലെ ആയിരക്കണക്കിന് അമ്മമാരുണ്ടാകണം, ആയിരക്കണക്കിന് ഉമ്മമാരുണ്ടാകണം, ആയിരക്കണക്കിന് മനുഷ്യരുണ്ടാകണം. യഥാർത്ഥത്തിൽ നാം തിരുവിളക്ക് കൊളുത്തേണ്ടത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഞാൻ മറ്റൊന്നും പറയാൻ ശ്രമിക്കുകയല്ല, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും നമ്മുടെ ഭരണഘടന ഒരിക്കലും പറയാത്തതുമായിട്ടുള്ള ചില ചിത്രങ്ങളുടെ മുമ്പിലല്ല. നമ്മൾ യഥാർത്ഥത്തിൽ വിളക്ക് കൊളുത്തേണ്ടത് ഉമ്മയായും അമ്മയായും മാറാൻ മനസ്സ് കാണിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട്. അവരുടെ മുമ്പിലാണ്. അങ്ങനെ കൊളുത്തി വെച്ച ഒരു വിളക്കായി സൊലേസിൻ്റെ ഈ വിളക്ക് പൊതുസമൂഹത്തിന് സമർപ്പിക്കാനാണ് ഇഷ്ടം. ഏറ്റവും വേഗത്തിൽ ഷീബത്തയുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടി നടപടിക്രമങ്ങളിലൂടെ നടക്കട്ടെ എന്നാണ് ആഗ്രഹിക്കാനുള്ളത്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട ജയകുമാർ സാറിൻ്റെയൊക്കെ പിന്തുണ പൂർണ്ണമായിട്ടും ഇതിനുണ്ട്. ഒരു സ്ഥലം കണ്ടെത്താനുള്ള അതിതീവ്രമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക നടപടികൾ അതിൻ്റെ ഭാഗങ്ങളായി വരും. അതിൻ്റെ പ്രയാസങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. റവന്യൂ മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും സൊലസിനോടൊപ്പമാണ് ദീർഘകാലമായിട്ടെന്ന് ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ വിധത്തിൽ സൊലസിലെ ഒരു അംഗം കൂടിയായി നിന്നുകൊണ്ട് അക്കാര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം സർക്കാരിന് വേണ്ടി ശ്രമിക്കുകയും ഏറ്റവും പെട്ടെന്ന് അത് പൂർത്തിയാക്കുകയും ചെയ്യും എന്നുറപ്പ് നൽകുന്നു. 10 മുറികളാണ് ഇതിനകത്തുള്ളത്. 10 മുറികൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന 10 മുറികളാണ്. 10 മുറികൾ മാത്രമേ ഈ ഷോർട്ട് സ്റ്റേ ഹോമിലുള്ളൂ എങ്കിലും ആയിരക്കണക്കിന് മുറികൾ ഇതിൻ്റെ സംഘാടകരുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും കാല് ചവിട്ടി നിൽക്കാൻ ഒരിടം ഈ അങ്കണത്തിലുണ്ടാകും എന്ന ഉറപ്പോടെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു സാർ. ജയകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. സൊലസിൻ്റെ തിരുവനന്തപുരത്തെ ഷോർട്ട് സ്റ്റേ ഹോം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ റവന്യൂ മന്ത്രി ശ്രീ രാജൻ മിസ്റ്റർ അവർകളെ, ശ്രീമതി ഷീബ അമീർ, പാർവതി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ അജിത്ത് തുടങ്ങി രാജഗോപാൽ തുടങ്ങി സൊലസിനോടൊപ്പം സഞ്ചരിക്കുന്ന പ്രിയ സുമനസ്സുകളെ എല്ലാവർക്കും, ഇത് എൻ്റെ മുന്നിലുള്ള സദസ്യരെ എല്ലാവർക്കും നമസ്കാരം. ഇത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സൊലസിനെ കുറിച്ച് എന്തെങ്കിലും പറയുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ആശങ്കയിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ഒരാസ്ഥാനമുണ്ടായതും ഇങ്ങനെ ഒരു ഷോർട്ട് സ്റ്റേ ഹോം പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഇതിൻ്റെ തിരുവനന്തപുരം ചാപ്റ്ററുകാരുടെ വളരെ അക്ഷീണമായിട്ടുള്ള പരിശ്രമമുണ്ട്. അവരെ ഞാനൊരു ലിപ് സർവീസുകാരനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കൊള്ളാമെന്നൊക്കെ പറയുന്നല്ലാതെ ഇറങ്ങി നടക്കലൊക്കെ അവരുടെ ജോലിയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഏറ്റവും ഹാർദമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ സൊലസ് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ശൈലി അഥവാ പ്രവർത്തന ശൈലിയുടെ സൗരഭ്യം ഈ തലസ്ഥാന നഗരത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജിനടുത്ത് ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നവർക്ക്, കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുമൊക്കെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി താമസിക്കാൻ, വീട്ടിൽ പോയി വരുന്നതിന് പകരം ഇവിടെ താമസിച്ച് സുരക്ഷിതമായി താമസിക്കാനുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊരു അധോലോക ബിസിനസ്സാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ മിനിസ്റ്റർ ഇരിക്കുമ്പം പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. ഗവൺമെൻറ് ഏതായാലും അത്തരത്തിലുള്ള കെട്ടിടങ്ങളൊന്നും കെട്ടിയിട്ട് കാര്യമില്ല, കാരണം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുകയില്ല. പക്ഷേ ഇത് നടത്തുന്നവരുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിന് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്ന ഒരാളിന് ഈ നമ്മൾ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ആളുകൾ ഭസ്മം ചന്ദനം ഒന്നും തുടരുത്, ദൈവത്തിനൊക്കെ അറിയാം, ഈ സമയത്ത് അതുപോലും തുടരുത് എന്നാണ്. അത്രമാത്രം വൾണറബിളായിരിക്കുന്ന ഒരു സമയത്ത്, ഇൻഫെക്ഷൻ അടുത്തുകൂടെ പോകാൻ പാടില്ല എന്നുള്ളൊരു സമയത്ത്, ഈ വളരെ മോശമായ സാഹചര്യങ്ങളിൽ ഇവരെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. വലിയ പൈസയാണ് കൊടുക്കുന്നത്, എന്നാൽ അതിനുള്ള യാതൊരു സൗകര്യവുമില്ലാതെ ആളുകൾ താമസിപ്പിക്കും. അപ്പോൾ ഈ റേഡിയേഷനോ കീമോതെറാപ്പിയോ കഴിഞ്ഞിട്ട് താമസിക്കാൻ നിങ്ങൾ സൗകര്യം കൊടുക്കുന്നത് നല്ലത്, കാശും വാങ്ങിച്ചോളൂ, പക്ഷേ മിനിമം സൗകര്യങ്ങളുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭൂമിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് മിനിസ്റ്ററെ കാണുമ്പോഴോ അല്ലെങ്കിലോ നമ്മളിതിനൊരു ക്രമീകരണം വേണ്ടതാണ്. ഇപ്പോൾ സ്വലസിന് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് കയറി വന്നാൽ 10 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 30 കുട്ടികൾക്ക് 50 കുട്ടികൾക്ക് കൊടുക്കാൻ. എന്നാൽ RCCയിലെ സ്ഥിതി അതല്ല. എത്ര പേരാണ് ഇവിടെ വരുന്നത്? മിനിസ്റ്റർ പറഞ്ഞ പോലെ മടക്കുന്നു വരുന്ന ട്രെയിനിലൊക്കെ ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നവരാണ്. ഇവരെ ആര് നോക്കും? അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വലസിൻ്റെ ഒരു സാന്നിധ്യം ഈ തിരുവനന്തപുരത്ത് ആവശ്യമാണ്. കാരണം ഇങ്ങനെയും നടത്താം എന്ന് കാണിക്കാൻ നമുക്ക് സാധിക്കും. തൃശ്ശൂർ ഷീബ ആരംഭിച്ച റെസ്പൈറ്റ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനും പോയിരുന്നു. റെസ്പൈറ്റ് സെൻറ്റർ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിഞ്ഞുള്ളൂ. അത് ഇതിൻ്റെ വേറൊരു ആശയം തന്നെയാണ്. വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ വീട് വളരെ അൺഹൈജീനിക്കാണ്, ചോറ് തൊലിക്കുന്ന വീടാണ്. ഈ ചികിത്സയും കഴിഞ്ഞ കൊച്ചിനെയും കൊണ്ട് അവിടെ പോകാൻ സാധിക്കില്ല. അമ്മയ്ക്ക് അതിനുള്ള സമയവുമില്ല, സൗകര്യവുമില്ല, മനസ്സുമില്ല. റെസ്പൈറ്റ് കൊടുക്കുക എന്നൊരു സെൻറ്റർ വളരെ ഭംഗിയായിട്ട് അത് നടത്താൻ സാധിക്കുന്നു. ഇതൊക്കെ എല്ലായിടത്തും നടത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ കയ്യിൽ 10 പൈസയുണ്ടോ? ഇത് വല്ലവരുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടാണല്ലോ ഇതെല്ലാം നടത്തുന്നത്. തിരുവനന്തപുരത്തുകാരെ പറ്റി പൊതുവെ വടക്കുള്ളവർക്കൊക്കെ കുറച്ച് മോശപ്പെട്ട അഭിപ്രായമുണ്ട്. അത് ശരിയല്ല കേട്ടോ. കാരണം നമ്മൾ സഹായിക്കാത്തവരാണെന്നും അങ്ങനെയൊന്നുമല്ല. കേരളത്തിൽ എല്ലാവരും ഉള്ള പോലെയൊക്കെ ഇവിടെ ആളുകളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ സഹായിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ഈ സെൻറ്റർ, ഈ നമ്മുടെ ഷോർട്ട് സ്റ്റേ ഹോം ഭംഗിയായിട്ട്, ഈ ഷോർട്ട് സ്റ്റേ ഹോം എന്നുള്ള പേരിനോട് എനിക്ക് വലിയൊരു ആസക്തിയില്ല കേട്ടോ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതൊരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകാരുടെ എന്തോ ഹോം സ്റ്റേ പോലെ ഇരിക്കുമെന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് ഷോർട്ട് സ്റ്റേ ഹോമിന് പകരം കുറച്ച് മനോജ്ഞമായിട്ടുള്ളൊരു മലയാള പദം കണ്ടെത്തിയാൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പേരൊക്കെ കൊള്ളാം, ഷോർട്ട് സ്റ്റേ ഹോമാണ്, അതിനകത്തൊരു ആതുരതയൊന്നുമില്ല വാക്കിൽ, അത് ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള ഹോംസ് ഉണ്ട്. അതുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. മറ്റൊന്ന്, എന്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് നമ്മൾ സ്വലസിൻ്റെ സാന്നിധ്യത്തെ സ്വാഗതം ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും, എന്നെപ്പോലുള്ളവർക്കൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആകെ ഉള്ളത് ഒരു റെപ്യൂട്ടേഷനാണ്, ഒരു സൽപ്പേര് മാത്രമാണ് ആകെയുള്ളത്. വല്ല പ്രസ്ഥാനത്തിലും പോയി അതിൽ നമ്മുടെ പേര് കൊടുത്തിട്ട് അവസാനം ഈ പേര് കൊടുത്തവൻ നമ്മളെ പേര് കൊണ്ട് മാത്രമല്ല അയാളെ പിടിച്ച് ജയിലിലിടുകയും നമ്മളുടെ പേരും ഒക്കെ പോവുകയും ചെയ്യുകയില്ല എന്നൊരു സ്വാഭാവികമായിട്ടൊരു സ്വാർത്ഥ ചിന്തയുണ്ട്. അതുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ഒരു സംശയത്തോടു കൂടി നോക്കുന്ന ഒരു മനോഭാവവും ഇന്ന് നിർഭാഗ്യവശാൽ സമൂഹത്തിലുണ്ട്. നമ്മൾ നന്നായിരുന്നാൽ മാത്രം പോരാ, നിങ്ങൾ സംശയിക്കുന്ന പോലെ ഒന്നുമല്ല ഞങ്ങളെന്ന് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്ന ഒരു വളരെ സങ്കടകരമായൊരവസ്ഥയുണ്ട്. അങ്ങനെ ജയിലിലായവരൊക്കെ എല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഏതോ ജാതകദോഷത്താൽ അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ ഇതുകൊണ്ട് ചില പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് ഇന്നിപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെല്ലാം അങ്ങനെയാണ് എന്ന് പറയാനുള്ള മലയാളിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ടല്ലോ, എല്ലാം സാമാന്യവൽക്കരിച്ച് കളയും. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് ആ ഒരു ദോഷം കൂടുതലാണ്. എവിടെയെങ്കിലും ഒരു സംഗതി വന്നാൽ ഇതെല്ലാം അത്തരത്തിലുള്ള കേസാണ് കേട്ടോ എന്ന് പറയാനൊരു വാസന ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ഇതൊക്കെ വളരെ ചിന്തയോടുകൂടി ചെയ്യുന്നവരാണ്, അങ്ങനെ പറയും. എന്നാൽ അങ്ങനെയല്ല, സ്വലസ് പോലെയും സംഘടനകൾ ഉണ്ടാവാം. എനിക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോടൊപ്പം നടക്കുമ്പോൾ എൻ്റെ പേര് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമുള്ളത് ഷീബയുടെ പ്രസ്ഥാനത്തിന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. കാരണം നമുക്ക് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരികയില്ല. ഇവിടെ കിട്ടുന്ന ഓരോ രൂപയും ഇവിടുത്തെ മക്കൾക്ക്, ഇവിടെ വരുന്ന മക്കൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏറ്റവും കുറച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംഘടന. പിന്നെ വോളണ്ടിയേഴ്സായിട്ട് ഇഷ്ടം പോലെ നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ പറ്റി ഞങ്ങളെപ്പോലുള്ള പ്രാസംഗികരൊക്കെ പലതും പറയും. അവരെപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ നമ്മൾ പറയും. അത് ശരിയുമാണ്. പക്ഷേ ഒരാവശ്യം വന്നാൽ അത് നമ്മൾ 2018 വെള്ളപ്പൊക്കത്തിൽ തന്നെ കണ്ടല്ലോ.
ഈ നമ്മൾ കുറ്റം പറഞ്ഞ പിള്ളേരാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഇത് മുഴുവൻ ഈ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ക്രമീകരിച്ചു എന്ന് പറയുന്നത് പോലെ ഈ സൊലേസിൻ്റെ കൂടെ വളരെ വലിയ ചെറുപ്പക്കാരുടെ ഒരു സംഘടന വോളണ്ടിയർ ഫോഴ്സ് ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ കരുണ പറ്റിയിട്ടില്ല എന്നും ഈ പിള്ളേർ അവന്മാർ ബെർമൂടായിട്ട് നടക്കുകയോ പാൻറ്റ് വാങ്ങിച്ച് കീറുകയോ എന്തെന്ന് വെച്ച് ചെയ്തോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. അതൊന്നുമല്ല, അതൊക്കെ അവൻ്റെ ഒരു രസം. അത് നമ്മുടെ കാലത്ത് നമ്മുടെ രസങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ അതൊന്നും നമ്മൾ പർവ്വതീകരിക്കുകയോ സാമാന്യവൽക്കരിക്കുകയോ, അവൻ്റെ മനസ്സിൽ നന്മയുണ്ട്, അവൻ്റെ മനസ്സിൽ അനുതാപമുണ്ട്. എന്നെക്കൊണ്ട് ദുഃഖിക്കുന്ന ഒരാളിന് എന്നെക്കൊണ്ട് പ്രയോജനം ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ചാനലൈസ് ചെയ്യാൻ കൂടി ഈ സൊലേസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ തലസ്ഥാന നഗരത്തിൽ സൊലേസിൻ്റെ സാന്നിധ്യത്തെ സാങ്കത്യമായിട്ട് ഞാൻ കാണുന്നത്. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ ഉദാരത ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ സഹായിക്കണം. തിരുവനന്തപുരത്ത് നമുക്ക് ഒരു കെട്ടിടമുണ്ടാവണം, ആ കെട്ടിടം മാതൃകാപരമായിരിക്കണം. എങ്ങനെയാണ് ഹൈജീൻ ഉറപ്പുവരുത്തേണ്ടത് ഇവിടെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അക്കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഈ വളരെ ശാന്തസ്വരൂപിണിയായി മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന ഷീബ ഇതല്ല വേഷം കേട്ടോ. ചില കാര്യങ്ങളിലൊക്കെ വളരെ വിട്ടുവീഴ്ചയില്ലാത്ത നിശ്ചിതമായിട്ടുള്ള ഒരു മുഖവും ഷീബയ്ക്ക് ഉള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ സന്നദ്ധയല്ല എന്ന് പറയുന്ന ഒരു വെൽവെറ്റിൽ പൊതിഞ്ഞ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തി കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ പോകുന്നത് എന്നും കൂടി പറയേണ്ടതായിട്ടുണ്ട്. ആ ഇച്ഛാശക്തിയും ആ കർമ്മശേഷിയും അതോടൊപ്പം അഗാധമായ അനുതാപവും ആണ് ഷീബയുടെ മുതൽ. ഞാൻ ഷീബയായിട്ടുള്ള പരിചയം ഒരു അവാർഡ് കൊടുക്കാൻ പോയതാണ് കേട്ടോ. അവാർഡ് കൊടുക്കുന്ന എല്ലാവരോടും ഇങ്ങനെ ബന്ധപ്പെട്ടാൽ എനിക്ക് പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ഒരുപാട് പേർക്ക് അവാർഡ് കൊടുക്കും. പക്ഷേ ഷീബയെ മാത്രമാണ് ആ അവാർഡ് കൊടുത്തതിന് ശേഷം എന്തിനാണ് ഈ അവാർഡ് എന്ന് ഞാൻ കൂടുതൽ പരിശോധിക്കാൻ ഇടവന്നു. ഒരു കാര്യം എനിക്ക് ഷീബയെ പറ്റി പറയാനുള്ളത് ദൈവത്തെ പറ്റിയാണ്. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന് ഞാനൊരു വളരെ ചെറുപ്പക്കാരനായ ഒരു എൻ്റെ കൂടെ ടൂറിസത്തിലുണ്ടായിരുന്ന ഒരു മാനേജർ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ് മരിച്ചുപോയി. അയാൾക്കൊരു 40 വയസ്സിന് താഴെയുള്ളൂ. അപ്പോൾ അയാളുടെ ഈ ശുശ്രൂഷയിൽ പോയപ്പോൾ അച്ഛൻ പറയുകയാണ്, ഒരു ബിഷപ്പാണ്, അച്ഛൻ പറയും, ഞങ്ങൾ ഇയാളുടെ മരണത്തിൽ ദൈവത്തിനോട് തന്നെ നമ്മളിങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന സമയമാണ്. എന്നാൽ ഈ ക്രൂരത ചെയ്ത് കളഞ്ഞില്ല. ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്മാർട്ടസ്റ്റ് മാനേജറായിരുന്നു, അത് മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ പറയുകയാണ് ഈ സംസ്കാര ചടങ്ങിൽ ശുശ്രൂഷയിൽ പറയുകയാണ്, ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. ദൈവം ഒരു തെറ്റും വരുത്തുകയില്ല. ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. അപ്പോൾ അച്ഛനത് പറഞ്ഞ് സമർത്ഥിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുടുംബം ഇതെങ്ങനെ ഉൾക്കൊള്ളും? കാരണം ഇയാളെ കവർന്നെടുത്തുകൊണ്ട് പോയ ദൈവത്തിനോട് ആകെ നമ്മൾ തിളച്ചു നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോഴാണ് ബിഷപ്പ് പറയുന്നത് ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. ഇപ്പോൾ പ്രായത്തിൻ്റെ ഒരു ആനുകൂല്യം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബിഷപ്പ് പറയുന്നത് ശരിയാണ്, ഗോഡ് നെവർ മേക്സ് എ മിസ്റ്റേക്ക്. എന്താണ് അങ്ങനെ പറയാൻ ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ, പല സന്ദർഭങ്ങളിൽ അത് പറയാമെങ്കിലും ഷീബയുടെ മകളെ എനിക്കറിയാം, നീലുവിനെ അറിയാം. ഷീബയുടെ മകളെ പിന്നെ വിധി കവർന്നു കൊണ്ടുപോയി. ദൈവം അതിനെ അനുവദിച്ചു. ഒരു മകളെ കൊടുത്തിട്ട് ആ മകളെ കൊണ്ടുപോയി കളഞ്ഞു. പക്ഷേ എന്തിനാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ, നിൻ്റെ ഒരു മകളെ ഞാൻ എടുക്കുകയാണ്, നിനക്ക് ഞാൻ 6000 മക്കളെ തരാം, 5000 മക്കളെ തരാം, കേരളത്തിൽ ഒരുപാട് മക്കളെ ഞാൻ തരാം, അവർക്ക് നിൻ്റെ സ്നേഹം ആവശ്യമുണ്ട്, നിൻ്റെ മകളോടുള്ള സ്നേഹം മതി, അത് ഞാനത് എടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മകളെ എടുത്തിട്ട് അനേകം മക്കളെ തരുന്ന അപാര കാരുണ്യത്തിന് തെറ്റുപറ്റുകയില്ല എന്നാണ് സ്വലസിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ബോധ്യമാവുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ദൈവനിയോഗമാണ് ഷീബ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹീതയായ സഹോദരിക്കും അവരുടെ ഒപ്പം പ്രവർത്തിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. സൊലസിൻ്റെ പ്രവർത്തനം ഈ തലസ്ഥാന നഗരിയിൽ മാതൃകാപരമായ സേവനത്തിൻ്റെ ഒരു പുതിയ ദൃഷ്ടാന്തം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സൊലേസിൻ്റെ അർത്ഥപൂർണമായ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഇന്നത്തെ ദിവസം. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ, ഇതിൻ്റെ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിന് ഒരവസരം തന്നതിന് ഷീബയും ഷീല ചേച്ചിയും ഒക്കെയുള്ള നന്ദി ആദ്യം തന്നെ പറയുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൊലേസിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്കിടയിൽ അത് നടത്തുന്നു എന്നത് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരത്ത് ധാരാളം സ്ഥാപനങ്ങൾ, യഥാർത്ഥത്തിൽ 100 കണക്കിന് ഒരു പക്ഷേ ഉണ്ടാവാം, സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനും അത്തരം ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ദേവകി വാര്യർ സ്മാരകം. അവിടെ ചാലക്കുഴി റോഡിലാണ്. ഞങ്ങൾ ഇതുപോലെ തന്നെ കുട്ടികളെ മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്യാൻസർ രോഗികളെ
സൗജന്യമായി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവർക്ക് താമസ സൗകര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഭാരവാഹികൾ രാധാമണി ചേച്ചിയും ലതാ വാര്യരും ഇവിടെയുണ്ട്. രാധാമണി ചേച്ചി കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യകത വളരെ നന്നായി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എത്ര സ്ഥാപനങ്ങളുണ്ടെങ്കിലും മതിയാവാത്ത തരത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ധാരാളം പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഓരോ ദിവസവും, ഇന്നൊരു പക്ഷേ കേരളത്തിൽ ഏറ്റവും നന്നായി വിജയിച്ചു വരുന്ന ഒരു വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എത്രയോ ആശുപത്രികളാണ്. പക്ഷേ ആശുപത്രികളൊക്കെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ആശുപത്രിയുടെ മുറ്റത്തൂടെ പോയി കഴിഞ്ഞാൽ കുടുംബം എഴുതി കൊടുക്കേണ്ട സ്ഥിതിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉറപ്പായിട്ടും പൊതുമേഖല സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോഴും മെഡിക്കൽ കോളേജിലേക്കും RCCയിലേക്കും സർക്കാർ തലത്തിലുള്ള ആശുപത്രികളിലേക്കും വരുന്ന രോഗികൾ എത്രയോ അധികമാണ്. ഏറ്റവും നല്ല പരിചരണം അവർക്കവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ മുഴുവനും പിന്തുണ ഈ രോഗികൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. 1845 തോന്നുന്നു എംഗൽസാണ് സോഷ്യൽ മർഡർ എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. സമൂഹത്തിൽ അതൊരു കൊലപാതകമായിട്ടാണ്. കാരണം രോഗം കൊണ്ട് മാത്രമല്ല, സാമൂഹ്യമായ കാരണങ്ങളാൽ അവർക്ക് രോഗങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്നു. രോഗങ്ങൾക്ക് കീഴടങ്ങി പോകേണ്ട വലിയൊരു വിഭാഗം മനുഷ്യർ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശരിയാണ്, രോഗം ഒരു പാപമല്ല. നമ്മൾ കോവിഡിന് കണ്ടതാണ്, രോഗം ആർക്കും ഉണ്ടാകാം. പക്ഷെ ആ ഒരു രോഗം ഉണ്ടാകുമ്പോൾ അതോടുകൂടി ജീവിതം, ഇവിടെ ഷീബ അതാണ് പറഞ്ഞത്, അതോടുകൂടി ജീവിതമില്ലാതാകുന്ന, ഇപ്പോൾ ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ആ നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കും പിന്നെ ജോലിക്ക് പോകാൻ കഴിയില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാൾക്ക് അസുഖം വന്നാൽ, ഇവിടെ നമ്മൾ ദേവകി വാര്യരിൽ കാണാറുണ്ട്, പാലക്കാട് നിന്ന്, കാസർഗോഡ് നിന്ന്, വയനാട്ടിൽ നിന്നൊക്കെ ആ പഞ്ചായത്തിന് പുറത്ത് പോയിട്ടില്ലാത്ത പെൺകുട്ടികൾ, സ്ത്രീകൾ, യുവതികളാണ് ഭർത്താവിനെയും കൊണ്ട് തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിലേക്ക് RCCയിലേക്ക് വരുന്നത്. ഭർത്താവിനെ അഡ്മിറ്റ് ചെയ്യും, ഭാര്യ പുറത്ത് താമസിക്കണം. എവിടെ താമസിക്കും? എങ്ങനെ സുരക്ഷിതമാവും? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരു യുവതി തിരുവനന്തപുരം പോലെ ഒരു നഗരത്തിൽ വന്നാൽ അവരെവിടെയാണ് താമസിക്കുക സുരക്ഷിതമായി? ദേവകി വാര്യരിലും അതുപോലെ ആശ്രയ എത്രയോ കാലങ്ങളായിട്ട് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് വളരെയേറെ നിർഭരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, ഒരു വികസനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ആരോഗ്യ പരിചരണം ഒരുപോലെ ലഭിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ ആയുർദൈർഘ്യം, പണ്ടൊക്കെ 60 വയസ്സ്, എനിക്കിപ്പോൾ 62 വയസ്സാണ്, ഞാൻ ചെറുപ്പമാണെന്നാണ് ഞാൻ കരുതുന്നത്. പണ്ടൊക്കെ 60 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വാർദ്ധക്യമാണ്, 60 കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. അതുപോലെയുള്ളൊരു കാലത്തു നിന്നൊക്കെ നമ്മൾ മാറി. ശിശുമരണ നിരക്ക് കുറഞ്ഞു, മാതൃമരണ നിരക്ക് കുറഞ്ഞു. തീർച്ചയായിട്ടും ആയുർദൈർഘ്യം കൂടി. നമ്മുടെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമുണ്ടായി. ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ ഏത് അവയവവും മാറ്റിവെക്കുക, ഹൃദയം മാറ്റിവെക്കുന്നു, നമ്മുടെ കാറിൻ്റെ പാർട്സ് മാറ്റിവെക്കുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഭാഗങ്ങൾ മാറ്റിവെക്കുകയാണ്. അത്രയേറെ പുരോഗതി ഉണ്ടായെങ്കിലും ഈ ആരോഗ്യ പരിചരണവും ആരോഗ്യ സംരക്ഷണവും സമൂഹത്തിലെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് ഇപ്പോഴും ഒരുപാട് വിടവുകൾ ബാക്കിയുണ്ടെന്ന് കാണുന്നു. അതെങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ്. തീർച്ചയായും ഒരു സർക്കാരിനെ മാത്രം വിചാരിച്ചാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്ത് എങ്ങനെയാണ് ഒരു രോഗം ഒരു കുടുംബത്തെ ഇല്ലാതാക്കുന്നത്? ഇവിടെ ദേവകി വാര്യരിൽ വരുമ്പോൾ കാണാം, ചിലപ്പോൾ വരുമ്പോൾ അവർക്ക് ഒരു സ്കൂട്ടർ ഉണ്ടാകാം, ഒരു ചെറിയതാണെങ്കിലും സ്വന്തമായൊരു വീടുണ്ടാകാം. ഏതാനും നാളുകൾ കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ്, ചികിത്സ ഫ്രീ ആണ്, സൗജന്യമാണെങ്കിൽ പോലും മറ്റെന്തൊക്കെ തരത്തിലുള്ള ചെലവുകളാണ്. ആദ്യം സ്കൂട്ടർ വിൽക്കുന്നു, പിന്നെ വീട് പണയപ്പെടുത്തുന്നു, പിന്നെ വീട് നഷ്ടപ്പെടുന്നു. ഈ തരത്തിൽ അവരുടെ അടിത്തറ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇവിടെയാണ് തീർച്ചയായും ഷീബയുടെ ഇടപെടലിനെ നമുക്ക് ഏറ്റവും ശ്ലാഘിക്കേണ്ടത്. ഇവിടെ 10 കുട്ടികളെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് 10 കുടുംബങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. അത് പോരാ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടി ചേർന്ന്, കേരളത്തിന് അങ്ങനെയുണ്ട് കൂട്ടായ്മ എന്ന് പറയുന്നത്. പ്രളയത്തിലും കോവിഡിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരുമിച്ച് നിൽക്കാനുള്ളൊരു മനസ്സുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് തിരുവനന്തപുരം നിന്നും കാസർഗോഡ് നിന്നും വയനാട് നിന്നും വ്യത്യാസമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട്
ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ രോഗം എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും അധികം നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള അകാലമായ മരണങ്ങൾ, തീർച്ചയായും ഇത്തരം സോഷ്യൽ മർഡർ എന്ന് പറയുന്നത് അതിന് നമ്മളെല്ലാവരും കുറ്റവാളികളായി നമുക്കൊരു കുറ്റബോധം തോന്നേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ രീതിയിൽ ചികിത്സ കിട്ടാതെ പോകുന്നത്? ഇത്രയേറെ സമൂഹം പ്രബുദ്ധമായ സമൂഹമാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് വേണ്ടത് രീതിയിലുള്ള ചികിത്സ കിട്ടാതെ, നല്ല ചികിത്സ കൊടുക്കാൻ കഴിയാതെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നത്? എന്തുകൊണ്ടാണ് രോഗികൾ മരിച്ചു പോകുന്നത് എന്നത് നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യമായി നമുക്ക് എന്നും നമ്മുടെ മുന്നിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഷീബ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 6000-7000 കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരാശ്വാസം, ഒരു കൈത്താങ് ആവാൻ കഴിയുന്നു സൊളേസിന് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും സൊളേസിൻ്റെ ഒപ്പമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഓരോരുത്തരും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഉദാരമായി തന്നെ ഒപ്പം നിൽക്കുകയും, അത് സാമ്പത്തികമായിട്ടാകാം, വോളണ്ടിയറിങ് ആകാം, അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഒന്നുമല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അടുത്ത് ആ കുഞ്ഞിൻ്റെ അമ്മയോട് കുറച്ചു നേരം സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ ഒരു വലിയ ആശ്വാസമായിരിക്കും. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു കാഴ്ചപ്പാട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നതിനെ ഒരു തരത്തിൽ സംശയദൃഷ്ടിയോടുകൂടി നോക്കുന്ന ഒരു സമൂഹം കൂടിയുണ്ട്. ഒരുപാട് അത്തരത്തിൽ എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ അനഭിലഷണീയമായ, അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ ആ മേഖലയിലുമുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വെറും കടലാസ് സംഘടനയായി നിന്നുകൊണ്ട് എത്രയോ കോടികളുടെ ഫണ്ട് തട്ടിപ്പ് നടത്തുന്നവരുമുണ്ട്. പക്ഷേ അതിൽ നിന്നും നെല്ലും പതിരും തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് പ്രധാനമാണ്. സൊളേസിൻ്റെ ചരിത്രം തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനം നൽകുന്നതാണ്, ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാവരുടെയും ആശംസകളും അഭിവാദ്യങ്ങളും അതിനുണ്ടാകണം. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഈ നാഴികക്കല്ല് അത് ഒരു വലിയ തിരുവനന്തപുരത്ത് ഒരു വലിയ പ്രസ്ഥാനമായി, തിരുവനന്തപുരത്തെ എല്ലാവരെയും അറിയുന്ന തരത്തിൽ, എല്ലാവർക്കും അതിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഷീബയ്ക്ക് പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. താങ്ക് യു മാം. സൊളസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ശ്രീ EM ദിവാകരൻ. സൊളസിനോടൊപ്പം അതിൻ്റെ തുടക്കം മുതൽ യാത്ര ചെയ്യുന്ന അദ്ദേഹത്തെ ആശംസകൾ നൽകുന്നതിനായി ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. ജയകുമാർ സാർ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. തൃശ്ശൂർക്കാരായ ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരംകാരായ ആളുകൾ വേണ്ടത്ര പോരാ ഇത്തരം കാര്യങ്ങളിൽ എന്നൊരു ആലോചനയുള്ളവരായിട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അപ്പോൾ എൻ്റെ ആലോചനകൾ കുറച്ച് പുറകിലേക്ക് പോയി. ഈ തിരുവിതാംകൂറിൽ നിന്ന് മലബാറുകൾക്ക് കല്യാണം പെണ്ണു കൊടുക്കാത്ത അല്ലെങ്കിൽ ആണ് കൊടുക്കാത്ത ഒരു കാലഘട്ടം വളരെ ഓർമ്മയുണ്ട്. ഇപ്പോൾ പോലും മലബാറുകൾ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറുകാർക്ക് അത്രയൊരു ഒരു പിടിക്കാത്ത ആളുകളായിട്ട് ഇപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ വേദിയിലിരുന്ന ഞാനും ഷീബയും ഇവിടെ നിന്ന് പ്രസംഗിച്ച് മടങ്ങിയ മന്ത്രി രാജനുമൊക്കെ ഒരു ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 2-3 നാഴിക ചുറ്റുവളവിൽ ജനിച്ചവരാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്ക് മാറിയിട്ടുള്ളത്. അപ്പോൾ തെക്കേ മലബാറിൻ്റെ ഒരറ്റത്ത് ജനിച്ച ഞങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യ സമൂഹത്തിൻ്റെ, അതായത് ഒരു എന്താ പറയുക, മനുഷ്യൻ്റെ ഒരു പ്രകാശദീപ്തി, ആ ഒരു പ്രകാശദീപ്തിയുടെ ഒരു ജൈവവീര്യം ആണ് ഷീബയെ പോലൊരാൾക്ക് ഇതുപോലൊരു പ്രസ്ഥാനത്തിന് മുൻകൈയെടുത്ത് ഇത് സ്ഥാപിച്ച് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിൻ്റെ ജൈവവീര്യം അത്തരം ഒരു മനുഷ്യോന്മുഖമായ പ്രകാശദീപ്തിയായിരുന്നു എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും അത്ര അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോഴും വളരെ ഗുരുതുല്യനായി കാണുന്ന അന്തരിച്ചു പോയ കേരളത്തിൻ്റെ ചിന്തകനും എഴുത്തുകാരനുമെല്ലാമായിരുന്ന M. ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ
അതുപോലെയുള്ള കുറേ ആളുകളുടെ ഒപ്പം, ഷീബയുടെ ബാല്യം മുഴുവൻ അതുപോലെയുള്ള ആളുകളുടെ ഒപ്പം നടന്ന് അവരെ കണ്ട് അവരുടെ ജീവിതവും വർത്തമാനവും കണ്ട് ഒരു ജീവിതം മുന്നോട്ട് നയിച്ച ഒരാളാണ് ഷീബ. ഇടക്കാലത്ത് വെച്ച് ഷീബയ്ക്ക് വളരെ ചെറുപ്പത്തിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയതുകൊണ്ട് ഷീബയ്ക്കൊരു പക്ഷേ അത് വേണ്ടത്ര അനുഭവിക്കാൻ കഴിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു തുടർച്ചയായി അതൊക്കെ കണ്ടു വളരാനും അറിഞ്ഞു വളരാനും കഴിഞ്ഞ ഒരാൾ കൂടിയാണ് ഞാനും. അപ്പോൾ ഷീബ ഒരു വളരെ വ്യക്തിപരമായൊരു ട്രൗമയിൽ വന്നകപ്പെട്ടപ്പോൾ ആ ഒരു ട്രൗമ അതൊരു ഊർജമാക്കി മാറ്റി, ഇതുപോലുള്ളൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി. കേരളത്തിലെ 5,000-6,000 വരുന്ന കുട്ടികൾക്ക്, അവരുടെ കുടുംബത്തിന് എല്ലാം താങ്ങുമുണലുമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി, ഇന്ന് ലോകവ്യാപകമായി അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി സൊലൈസ് മാറ്റണമെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യോന്മുഖമായ പ്രകാശദീപ്തിയുടെ ജൈവിക ഊർജം തന്നെയാണ് എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം കൂടി, ഇത് നേരത്തെ ഈ ജയകുമാർ സാർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇതിൻ്റെ സാമ്പത്തികമായ പൈസ വളരെ സൊലൈസിനെ പോലെ ഇത്ര കൃത്യമായി ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ വളരെ സുതാര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിന്നിപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിക്കുന്ന ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളുടെ പണം വെട്ടിച്ചുകൊണ്ടുള്ള പരിപാടികളാണ്. ഞങ്ങളൊക്കെ എന്നെപ്പോലുള്ള ഈ സൊലൈസിൻ്റെ പ്രവർത്തകരൊക്കെ കഴിഞ്ഞ 10-18 വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് വരെ ഒരു റെസിപ്റ്റ് പോലും ഒപ്പിട്ട് കൊടുത്ത ഒരു പൈസ പോലും ഇതിൻ്റെ സൊലൈസിൻ്റെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ വാങ്ങിച്ചിട്ടില്ല. അത്രയും ഞങ്ങളാരും ഒരു പൈസ പോലും വാങ്ങിച്ചുകൊണ്ടല്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് അനേകം മീറ്റിങ്ങുകൾ, അനേകം യാത്രകൾ ഒക്കെ സൊലൈസിന് വേണ്ടി നടത്തുമ്പോഴും അതൊക്കെ സൊലൈസിൻ നമ്മുടെ വ്യക്തിപരമായി ആ ചെലവുകൾ നിർവഹിച്ചുകൊണ്ടാണ്. സൊലൈസിന് ആ നാട്ടുകാർ തരുന്ന പൈസ അത് സൊലൈസിൻ്റെ കുട്ടികൾക്ക്, അവരുടെ കുടുംബത്തിന് മാത്രം പ്രയോജനകരമാകണം എന്ന അത്ര ഷീബയുടെ നിർബന്ധ ബുദ്ധി അത്ര അധികമാണ്. അതിന് നമ്മളെല്ലാവരും അതിന് ഷീബയോട് കൂട്ടുനിന്ന് അത്രയും നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് ആ സൊലൈസിൻ്റെ ചെലവുകളും കണക്കുകളും ഒക്കെ അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ സൊലൈസിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏത് തലത്തിലും സൊലൈസിനെ വിശ്വസിക്കാം. അതിൻ്റെ സാമ്പത്തികമായാലും അതിൻ്റെ പ്രവർത്തനത്തിലായാലും ഇതിൽ ഒരാൾ പോലും അധികാരത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സൊലൈസിൻ്റെ പിന്നാലെ നടക്കുന്നവരൊന്നും അങ്ങനെ അധികം കാലം സൊലൈസിൽ നിന്ന് പോകാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളിലും സൊലൈസിൻ്റെ ട്രസ്റ്റ് എന്നതിലുപരി തന്നെ ഷീബയുടെ കണ്ണുകൾ എത്താത്ത ഒരു സ്ഥലവുമില്ല. ഷീബ അറിയാതെ ഒരു കാര്യവും ഇതിനകത്ത് നടക്കാറില്ല. ഷീബയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തിലെ അമേരിക്കയിൽ സൊലൈസിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ഗ്രൂപ്പുകളുണ്ട്. ആ സപ്പോർട്ട് ഗ്രൂപ്പുകളിലൊക്കെ 100,000 പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ താരതമ്യേന കുറവാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഇതെല്ലാം പരിഹരിച്ച ഓരോ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെട്ട് അതിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ട് അതൊക്കെ ഇതിനെ മുന്നോട്ട് നയിക്കാൻ കഴിഞ്ഞ 18 വർഷമായി ഇതിനെ ഒരു കുഴപ്പവുമില്ലാതെ ഭദ്രമായി മുന്നോട്ട് നയിക്കാൻ ഷീബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാളെയും അതിന് കഴിയും. അതിൻ്റെ ഒരു പുതിയ തുടക്കം തിരുവനന്തപുരത്ത് ഇതുപോലൊരു സ്ഥാപനം വളരെ സൊലൈസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു. ആ അനിവാര്യതയുടെ തുടക്കം ഇവിടെ നിന്നാകട്ടെ. ഇനി നമുക്ക് സർക്കാർ തരുമ്പോൾ അതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ഭംഗിയായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് നിങ്ങളെപ്പോലുള്ള എല്ലാ ആളുകളും ഉണ്ടാകണം എന്ന് സൊലൈസിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു സമയത്ത് തിരുവനന്തപുരത്തെ ഈ സൊലൈസ് നമ്മൾ വേണ്ടെന്ന് വെച്ചാലോ എന്ന് ആലോചിച്ചിരുന്നതാണ്. ആ ഘട്ടത്തിൽ മാറി മിനിയെ പോലുള്ള ആളുകളുടെ ഉത്സാഹത്തോടു കൂടി വളരെ ഒരു ഫീനിക്സ് പക്ഷി ചിറകടിച്ചുയർന്നതുപോലെ തിരുവനന്തപുരം സൊലൈസ് വളരെ മനോഹരമായി ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയും കൂടുതൽ ഉയർന്നു പൊങ്ങി ഇതുപോലുള്ള കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാവർക്കും താങ്ങാവാൻ കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രസംഗം നടത്തേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനും മലയാളത്തിൻ്റെ അക്ഷരപുണ്യം ജയകുമാർ സാറും മാധ്യമപ്രവർത്തക ശ്രീമതി പാർവതി ദേവിയും ഷീബ അമീറും ഒക്കെ സംസാരിച്ചു. ഇവിടെ കുറച്ച് ഒരു 100-150 ആളുകളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു മാനവ സ്നേഹത്തിൻ്റെ
ഉദാത്ത മാതൃകളായി കുറേ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നതായി ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരുടെ കണ്ണുകളിലെ തിളക്കം കാണുമ്പോൾ അറിയാം. ഞാൻ ഏതാണ്ട് 1 കൊല്ലമായി ഈ മഹാപ്രസ്ഥാനത്തിനോടൊപ്പം കിട്ടുന്ന സമയങ്ങളിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ ചീഫ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഫൗണ്ടർ ശ്രീമതി ഷീബ അമീർ മുതൽ ഇനി താഴെയറ്റത്ത് ഇവിടെ ഇരിക്കുന്ന സാധാരണ പ്രവർത്തകർ വരെയുള്ള എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ ചടങ്ങിന് എന്നെ കൂടി ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ തലസ്ഥാനത്തെ മാധ്യമ സമൂഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം നിർത്തുന്നു. നന്ദി, നമസ്കാരം. 2008 അവിടെ 1 മണിക്കൂർ ഞങ്ങൾ കമ്മിറ്റി കൂടുന്നതിനിടയ്ക്ക് 10 പേരെങ്കിലും വന്ന് സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ വിശ്രമ സങ്കേതം എന്ന് പറഞ്ഞ 4 നില കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ 70 പേർക്കുള്ള താമസ സൗകര്യം കൂടെ കൊടുക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ഒരു മാർഗ്ഗദീപമായിട്ടുണ്ടായിരുന്ന ദേവേടത്തി അവളെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട എല്ലാവർക്കും അറിയാം. അവരുടെ ആളാണ് പത്മിനി വർക്കി, ഇവിടെ നമ്മുടെ അജയൻ്റെ അമ്മ. വർക്കി വിമൻ അസോസിയേഷൻ്റെ സെക്രട്ടറി ഞാനായിരിക്കുമ്പോൾ പത്മിനി ചേച്ചി പ്രസിഡൻ്റായിരുന്നു. ദേവകി വാര്യർ മെമ്മോറിയലിൻ്റെ സെക്രട്ടറി ആയിട്ട് ദേവകി വാര്യർ മെമ്മോറിയൽ തുടങ്ങിയപ്പോൾ പത്മിനി ചേച്ചി ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. ആ പത്മിനി ചേച്ചി നമ്മളെ വിട്ടു പിരിഞ്ഞു പോയപ്പോൾ പത്മിനി ചേച്ചിയുടെ ചരമദിനത്തിന് കേരളത്തിലെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളിന് ഒരു അവാർഡ് കൊടുക്കണം, പത്മിനി ചേച്ചിയുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കണം എന്ന് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. ആ അവാർഡിന് 2ാം സ്ഥാനം, 2ാമത്തെ അവാർഡിന് അർഹയായത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷീബയാണ്. അന്ന് മുതലോ അതിന് മുമ്പോ, കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ മകൾ തൃശ്ശൂരാണ്, അജയനും തൃശ്ശൂരാണ്. അപ്പോൾ പത്നിജിയുടെ മകൻ അജയനും തൃശ്ശൂരാണ്. അങ്ങനെ അതിന് മുമ്പേ തന്നെ സോളേഴ്സിൻ്റെ അംഗം എൻ്റെ മകളും അംഗമാണ്. പത്നി ചേച്ചി ഞാനും ഒക്കെ അതിൻ്റെ അംഗമായത് അതിന് മുമ്പേ തന്നെയാണ്, ഈ അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെയാണ്. അങ്ങനെ ആ രീതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഇതേപോലെ തന്നെ ആശ്രയമായിട്ടും വളരെ നല്ലൊരു റാപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കാരണം ആശ്രയ താമസ സൗകര്യം കൊടുക്കുന്നില്ല, പക്ഷേ ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ താമസിക്കുന്നതിൽ പാവപ്പെട്ടവർക്ക് നമ്മുടെ 2 കമ്മിറ്റിയിലുള്ള ആൾക്കാരുണ്ട്, അവർ വഴി കഴിയുന്നത്ര ചികിത്സാ സഹായം അവിടെ താമസിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. വേറെ ഒരുപാട് സംഘടനകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പലതും മതം ഒക്കെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അവരുമായിട്ട് നമ്മൾ യോജിപ്പിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ എല്ലാ കാരണം എല്ലാ രോഗികൾക്ക് വേണ്ടിയാണ്, നമ്മളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഏത് മതത്തിൽപ്പെട്ടാലും എവിടെയായാലും പാവപ്പെട്ട രോഗികൾ എല്ലായിടത്തും ഒരേപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആരവർക്ക് വേണ്ടി എന്ത് ചെയ്താലും ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്. അഭയകേന്ദ്രത്തിൻ്റെ കൂടെയുണ്ട്, CH സെൻ്ററിൻ്റെ കൂടെയുണ്ട്, നായനാർ സ്മാരകത്തിൻ്റെ കൂടെയുണ്ട്. ഇവരുമായിട്ട് എല്ലാം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിനേക്കാളൊക്കെ വളരെയധികം സ്നേഹത്തോടെ, കാരണം ഷീബയുടെ പ്രവർത്തനത്തെ പറ്റി ഇവിടെ പറഞ്ഞല്ലോ, അതിൻ്റെ അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന ATG റിഡക്ഷനും ഒക്കെയുള്ള എല്ലാ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കുന്ന സംഘടനയാണ് ഞങ്ങളുടേതെന്നുള്ളതിൽ നമുക്കും വളരെ അഭിമാനമുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൈകോർത്ത് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ ഡോക്ടർ അജയൻ ഇരിക്കുന്നുണ്ട്. അജയൻ സോലസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ഇത്ര കാലം. ഇപ്പോൾ FCRA നമുക്ക് നിയമം വന്നപ്പോൾ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്നവർക്ക് സോലസിൻ്റെ ട്രസ്റ്റിൽ ഉണ്ടാവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അജയൻ റിട്ടയർ ആവുന്നത് വരെ നമ്മൾ അജയനെ ട്രസ്റ്റ് മെമ്പർ എന്നുള്ളതിൽ നിന്ന് മാറ്റി ഇൻവൈറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അജയൻ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കേൾക്കുന്ന ന്യൂസ് അജയൻ എന്തായാലും ഇങ്ങോട്ട് മാറ്റം കിട്ടുകയാണ്. ഡോക്ടർ അജയൻ പത്മിനി ചേച്ചീൻ്റെ മകൻ, ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ENT വിഭാഗത്തിൻ്റെ ഹെഡാണ്. അപ്പോൾ അജയൻ ഇനി ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ട്രസ്റ്റ് മെമ്പർ എന്നുള്ള നിലയിൽ അജയനെ സോലസിൻ്റെ ഈ യാത്രയിൽ എപ്പോഴും ഇവിടെ തിരുവനന്തപുരം സോലസിൻ്റെ കൂടെ ഉണ്ടാവുമെന്നും നിങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ഒരു ട്രസ്റ്റ് മെമ്പർ ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഉറപ്പ് വരുത്തുകയാണ്. ഒന്നും പറയുന്നില്ല. സത്യത്തിൽ മിനിയായിരുന്നു ഇവിടെ നിന്ന് ഈ കൃതജ്ഞത പറയേണ്ടിയിരുന്നത്.
ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന് സംസാരിച്ച് മിനിയുടെ തൊണ്ട പോയി. സൊലേസിൻ്റെ ഏത് പരിപാടിക്കും ഇങ്ങനെയാണ്. മിനി ഇങ്ങനെ ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കും. അവസാനം നന്ദി പറയുകയോ അല്ലെങ്കിൽ സ്വാഗതം പറയുകയോ ചെയ്യേണ്ട സമയമാകുമ്പോഴത്തേക്കും മിനിയുടെ ശബ്ദം പോകും. അതുകൊണ്ട് പകരക്കാരിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇവിടെ സൊലേസ് തുടങ്ങണമെന്ന് ഷീബ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഷീബയെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. എന്നാലും ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു. സൊലേസ് വളരെ വിജയകരമായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. ഇത്രയധികം കുട്ടികൾക്ക് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഇങ്ങനെ അവർക്ക് സൗജന്യ താമസവും ഭക്ഷണവും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടി ഇവിടെ ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അതിൽ വളരെയധികം ഒരുപാട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് സത്യത്തിൽ. അപ്പോൾ ഇനി കൃതജ്ഞത പറയുന്നതിന് ഇവിടെ ഇന്നിപ്പം വന്ന ബഹുമാനപ്പെട്ട മന്ത്രി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷീബ, ഞങ്ങളുടെ സൊലേസിൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള ജയകുമാർ സാറ്, പാർവതി ദേവി, EM ദിവാകരൻ, പ്രസ് ക്ലബ് സെക്രട്ടറി രാധാകൃഷ്ണൻ, ഞങ്ങളുടെ കൺവീനറായിട്ടുള്ള രാജഗോപാൽ സാർ, പിന്നെ ഇവിടുത്തെ കൗൺസിലർ, അദ്ദേഹം വാർഡ് കൗൺസിലർ, അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് പോകേണ്ടതുകൊണ്ട് പോയതാണ്, അജിത് കുമാർ. അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് കവർ ചെയ്യാനെത്തിയ മീഡിയക്കാർ, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സൊലേസിനെ നെഞ്ചിലേറ്റിയിട്ടുള്ള നിങ്ങളെല്ലാവർക്കും, യൂത്ത് വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ഞാൻ സൊലേസിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയംഗമമായ കൃതജ്ഞത അറിയിക്കുന്നു. അതിനോടൊപ്പം ഇവിടെ ഇല്ലാത്ത ഒരു ആളിനും കൂടി ഞാൻ കൃതജ്ഞത പറയുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ കുട്ടികൾ താമസിച്ച് സൗജന്യ ഭക്ഷണവും താമസവും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം അതിനെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലവുകളും ഒക്കെ ഉള്ളതാണെന്ന്. അപ്പം നമുക്കിവിടെ ആവശ്യമുള്ള ഡയറി പ്രോഡക്റ്റ്സ് എല്ലാം തരാമെന്ന് മുരളിയ സമ്മതിച്ചിട്ടുണ്ട്. അവർക്കുള്ള നന്ദിയും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അത് അറിയിക്കുന്നതിലൊരു ഗൂഢ ഉദ്ദേശം കൂടിയുണ്ട്. ഇങ്ങനെ പല ആവശ്യങ്ങളും ഞങ്ങൾക്കുണ്ട്. അതിൽ നിങ്ങൾക്കിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മടിക്കാതെ മുമ്പോട്ട് വരാം എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.